നമ്മൾ കൈത്തുന്നലാണ് കേട്ടോ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. ചില ലെങ്ത്ത് നോക്കിയിട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൈത്തുന്നൽ തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാവാടയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഒരു നമ്മുടെ ട്രഡീഷണൽ ലുക്കിലുള്ള പാവാടയും ബ്ലൗസും അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് തക്കുടൂനായിട്ട്. അപ്പോൾ അതും കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെയും കൂടി ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വെറൈറ്റി വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വെറൈറ്റീസ് ആയിട്ട് എപ്പോഴും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടില്ല എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ വെയിൽ എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞൊരു വെയിലാണ്. അതിൻ്റെ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്കേർട്ടും ടോപ്പും കൂടിയായിട്ട്. ആളിട്ടിട്ട് എന്താ വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ താഴെ നിന്നാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കല്യാണത്തിന് നിന്ന് അവിടെ പോയിട്ട് എപ്പോഴേ നിൽക്കുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനായിട്ട് ഒരു പോസെങ്കിലും നിന്നാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൂട്ടുകാരെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ തമ്പുരുവിൻ്റെ ഇതായിരുന്നു. അതുപോലെ തക്കുടിന് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്കേർട്ടും ടോപ്പും ഇതാണ് വരുന്നത്. അതും ഒരു ഗ്രീൻ കളർ തന്നെയാണ്. ഇതൊരു ഫ്ലോറസെൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു ഗ്രീൻ കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കല്യാണം വിഷുവുമായിട്ട് നമ്മൾ മോഡൽ ചെയ്ത ഡ്രസ്സുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കൂടി ചെയ്യാൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫൈനലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത്രയും നല്ല സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണല്ലോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്, സമയം കിട്ടിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവർക്കൊക്കെ ബൈ, ടേക്ക് കെയർ ഓൾ.